ഇന്ന് നമ്മൾ യാത്ര പോയ സ്ഥലം എന്ന് പറയുന്നത് കർണാടകയിലെ ചാമരാജ ജില്ലയിലെ ബീഹാർ ഹിൽസിലേക്കാണ്. ഈ ബീഹാർ ഹിൽസ് എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ്. ബിലഗിരി രംഗണ ടൈഗർ റിസർവാണ്. പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയൊക്കെ സംഗമ സ്ഥലമാണ് ഈ ബീഹാർ ഹിൽസ് എന്ന് പറയുന്നത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ ചാമരാജ ജില്ലയിലേക്ക് അല്ലെങ്കിൽ ചാമരാജ നഗറിലേക്ക് യാത്ര ചെയ്യുക. ചാമരാജ നഗറിൽ നിന്നാണ് നമ്മൾ ബീഹാർ ഹിൽസിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ എക്സ്പെൻസീവായ യാത്രയൊന്നുമല്ല, കാരണം നമുക്കിവിടെ എൻട്രി ഫീസ് മാക്സിമം വരുന്നത് 30 രൂപയാണ്. ഞങ്ങൾ 5 പേരാണ് പോയത്. കാറിൻ്റെ ചിലവ് 30 രൂപയാണ് നമുക്ക് വന്നത്. ഇത് കർണാടകത്തിലുള്ള ഒരു പ്രഗത്ഭ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയ ഒരു കടുവ സങ്കേതം കൂടിയാണ്. പിന്നെ ഈ കടുവ സങ്കേതത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് അപൂർവമായി കിട്ടുന്ന ഒരവസരമാണ്. കാരണം മിക്കവാറും ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിന് നമ്മൾ നിന്നിട്ടില്ല, കാരണം നമ്മളെ വാഹനം തന്നെ നമുക്ക് എൻട്രി അവൈലബിൾ ആയതുകൊണ്ട് നമ്മളെ വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്തത്. എന്തായാലും ഇടതൂർന്ന വനങ്ങൾ, 2 സൈഡും നല്ല ഇടതൂർന്ന വനങ്ങളാണ്. വനത്തിന് നടുവിലൂടെയാണ് റോഡ്. പിന്നെ ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. അന്ന് മറ്റുള്ള ഇപ്പോൾ ഹോളിഡേയ്സിലൊക്കെയാണല്ലോ ആളുകൾ കൂടുതൽ വിസിറ്റേഴ്സ് വരിക. ഞങ്ങൾക്ക് വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടുകയുണ്ടായില്ല. ഈ ചന്ദ്രക്കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവിടുന്ന് പല ആളുകളും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒന്നിനെയും കണ്ടില്ല. ആനയോ ഒരു മൃഗത്തിനെയും പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇത് നമ്മൾ യാത്രയിൽ നമുക്ക് പല കാഴ്ചകളും കാണാം. അതായത് ഇപ്പോൾ നമ്മൾ ചാമരാജ് നഗറിൽ നിന്ന് നമ്മൾ ബീഹാറിലേക്കുള്ള യാത്രയിൽ നല്ല കൃഷിപ്പാടങ്ങൾ കാണാം. അതുപോലെ സൂര്യകാന്തി, അതേപോലെ കരിമ്പ് കൃഷി, ഇതൊക്കെ കാണാം. നമുക്ക് അവിടെയൊക്കെ വാഹനം നിർത്തിപ്പോകും. അതിൻ്റെ ഇടയിൽ കുറേ തടാകങ്ങളുണ്ട്. വലിയ തടാകങ്ങൾ റോഡിന് ഇരുവശങ്ങളും നമുക്ക് കാണാം. നമുക്ക് അതിനൊന്നും പ്രത്യേക സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമുക്കതൊക്കെ അവിടെ നിന്നൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം, അതൊക്കെ കാണാം. ഇവിടെ ധാരാളം ട്രൈബൽ സെറ്റിൽമെൻറ്റ് കാണുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കുറേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് അറിയില്ല, നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മളാകെ കണ്ടൊരു മൃഗം മുന്നിൽ നിൽക്കുന്ന പട്ടിക്കുട്ടീനെ മാത്രമേ ഉള്ളൂ. അതിന് ഒരു ഉടുപ്പൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടൊരു സംഭവം. പിന്നെ കുറേ പശുക്കളെയും. അല്ലാതെ ടൈഗർ റിസർവ് എന്നുള്ള രീതിയിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പോണ സമയത്തിൻ്റെ ബേസായിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് പോയത്, ഒരു മൃഗങ്ങളെയും കണ്ടില്ല. ഇനി ഈവനിങ്ങിലോ അതല്ലെങ്കിൽ മോർണിംഗിലോ ട്രക്കിങ്ങിന് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് കാണാൻ കഴിയുണ്ടാവും. ഇത് രസം എന്താ വെച്ചാൽ ഇതിൻ്റെ തടാകങ്ങളാണ്. അവിടെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ കാണാം. അവിടുത്തെ ലോക്കൽ ഏരിയകളിലത്തെ ആളുകളൊക്കെ മീൻ പിടിക്കുന്ന കാണാം. ഈ ചാമരാജ് ബീഹാർ ഹിൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണൊന്നല്ല, ഒരു ചെറിയൊരു ടൗണാണ്. ഒരു 4-5 കടകൾ, കുറച്ച് നുറുക്ക്, അങ്ങനെ ബേക്കറിയൊക്കെ വെച്ചിട്ട് ചെറിയ ചായക്കടകൾ, അങ്ങനെയുള്ള ഒരു 4-5 കടകളുള്ള ഒരു ജംഗ്ഷനാണ്. അവിടുന്ന് നമുക്ക് ടെമ്പിളിലേക്കുള്ള വഴി കാണും. ടെമ്പിളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ മലമുകളിലാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഹെയർപിന്നെ. പക്ഷേ അവിടുന്ന് നല്ല കാഴ്ചകൾ കാണാം. കാരണം ദൂരമുള്ള വെള്ളക്കെട്ടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മളിത് പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് നല്ലൊരു ക്യാമറയൊന്നും നമുക്കിതിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നമ്മൾ പെട്ടെന്നൊരു എല്ലാവരും കൂടി ഒരു ഓഫ് ടൈം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇതിനെക്കുറിച്ച് വല്ലാതെ പഠിച്ചു പോകാൻ പറ്റിയില്ല. കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അപ്പം മറ്റുള്ള സംഭവങ്ങളും ജൈനക്ഷേത്രങ്ങളൊക്കെ പോണ വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിലൊന്നും കയറാൻ പറ്റിയില്ല. ഇതുതന്നെയാണ് പ്രധാന ആകർഷണം. ആ മലമുകളിലും കാണുക,
അവിടുന്ന് നല്ല കാറ്റുണ്ടാവും, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടാവും. നമുക്ക് ടെമ്പിളിൽ കയറാം. ഭക്ഷണം ഉണ്ടായിരിക്കും കേട്ടോ ടെമ്പിളിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം ഒരു 12-1 മണിക്കാണ്. അവിടെ അന്നദാനം ഉണ്ട്. കൽത്തൂണുകളാണ് കൂടുതലും കാണാൻ പറ്റുക അമ്പലത്തിൽ. അതേപോലെ തന്നെ അവരെ ഒരു എന്താ പറയുക, ഇപ്പോൾ കന്നേഡിയൻ്റെ സാംസ്കാരിക വിളിച്ചു വരുന്ന പല സംഭവങ്ങളുണ്ട്. നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കാണാത്തത്. അതിൽ കേരളീയ പൈതൃകം വിളിച്ചു വരുന്ന ഒരു സംഭവമില്ല. അപ്പോൾ കർണാടകയിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കർണാടക ചെക്ക് പോസ്റ്റിൽ കർണാടകേൻ്റെ സ്തൂപങ്ങൾ കാണാം. അതേപോലെ തമിഴ്നാട് എത്തുമ്പോൾ തമിഴ്നാട് സ്തൂപങ്ങളും കാണാം. പക്ഷേ കേരള ബോർഡറിലെത്തുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വലിയ കുഴികൾ റോട്ടിൽ, അതേപോലെ ചപ്പ് ചവറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അമ്പലം ഭയങ്കര അടിപൊളിയാണ്. അവിടെ പഴയ കൽത്തൂണുകളൊക്കെ കാണുന്നുണ്ട്. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്നൊന്നും അറിയില്ല. ഒന്നാമത്തെ ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഗൈഡോ അങ്ങനെയുള്ളതൊന്നും ഇല്ല, വർക്കിൻ്റെ അല്ലാത്തത് കൊണ്ട്. പിന്നെ നിലവിലെ ടെമ്പിളിൻ്റെ പരിസരത്ത് കുറച്ച് ആളുകളേ ഉള്ളൂ, കുറച്ച് ലോക്കൽ ആളുകൾ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അല്ലാതെ വലിയ രീതിയിൽ